ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു മോർണിംഗ് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഇട്ടിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുള്ളതാണ്. നമ്മൾ രാവിലെയാണ് ഏറ്റവും തിരക്കുള്ളൊരു സമയം. അപ്പോൾ ആ ഒരു എണീക്കൽ തൊട്ടിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ റോസ് മോളൊക്കെ വിളിച്ച് എണീപ്പിച്ചു, അതുപോലെ മോനെയും വിളിച്ച് എണീപ്പിച്ചു. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കളയിൽ കണ്ടില്ലേ 3 അടുപ്പും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയുള്ള സമയമാണ്, എല്ലാവർക്കും അറിയാലോ. നമുക്ക് എണീക്കാൻ തന്നെ ഒരു മടിയുള്ള ഒരു സമയമാണ്. പക്ഷെ പിടിപ്പത് പണി ഉണ്ടായിരുന്നു. അന്നൊരു ഉപ്പേരി വെക്കണമായിരുന്നു, അതുപോലെ ഒരു ചാറുകറി വെക്കണമായിരുന്നു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ശരിക്കും നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഓണാക്കി വെച്ചപ്പോൾ അതിൽ പകർന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആക്കി ഇടുന്നത്. അപ്പോൾ രാവിലെ നമ്മുടെ വീടിൻ്റെ മുൻവശമാണ് അത്. കണ്ടില്ലേ, മോൻ കിടക്കണ കണ്ട. പിന്നെ എല്ലാവരും രാവിലെ ഇവിടെ കട്ടൻ ചായ കുടിക്കുന്നവരാണ്. അപ്പോൾ അത് രാവിലെ കുടിച്ചു. ഞാനൊക്കെ എണീറ്റിട്ടുള്ളൂ. മുഖത്ത് അതിൻ്റേതായ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പടി തുറന്ന് പാല് വാങ്ങലാണ് മെയിൻ ഫസ്റ്റത്തെ കാര്യം. പിന്നെ ചായ ഉണ്ടാക്കുക. അപ്പോൾ പാല് കിട്ടിയ വശത്ത് തന്നെ തിളപ്പിച്ച്, അത് എനിക്കുള്ള പാലാണ്. ഇവരാരും കഴിക്കില്ല, അവരൊക്കെ ചായ കുടിക്കുന്നവരാ. അപ്പോൾ ഞാനൊരു ഗ്ലാസ് പാല് നമ്മുടെ വുമൻസ് ഹോർലിക്സൊക്കെ ഇട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ പോയി. പിന്നെ നമ്മുടെ ചായയാണ് വെച്ചേക്കണത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളപ്പോഴേക്ക് ഉപ്പേരി കാച്ചണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചൊരു കൂട്ടുപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചായ തിളച്ച് തുടങ്ങി. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ പാനിൽ നമ്മുടെ ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് നല്ല സൂപ്പറായിട്ടത് കാച്ചാണ്. അപ്പോൾ ഈ കാച്ചുമ്പോൾ നമുക്ക് ഈ ഒരു സാമ്പാറിനൊരു ഉപ്പേരി വേണമല്ലോ, അത് നല്ല രസം. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. ഇതൊരു കൂട്ടുപ്പേരി എന്ന് പറയുമ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ കോവക്കായാണ് നമുക്കന്നുണ്ടായിരുന്നത്. ആ സമയം കൂടി നമ്മുടെ ചായയൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വേഗം തന്നെ നമ്മുടെ ഉപ്പേരി കാച്ചാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെ ഉപ്പേരി എന്നാണ് പറയുന്നത് അറിയില്ല, ഞങ്ങളിവിടെ തൃശ്ശൂർക്കാർ ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെയൊക്കെ തന്നെയായിരിക്കും. രാവിലെ നല്ല ബഹളമായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള് ജസ്റ്റ് ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയത്. സാധാരണ അവർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സമയമൊന്നും ഉണ്ടാവാറില്ല. ഇന്ന് ജസ്റ്റ് കുറച്ച് നേരം അവൾ ഫ്രീ ആയതുകൊണ്ടാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ് വീഡിയോ പിടിക്കാനൊക്കെ. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പിടിച്ചത്. നമ്മളിങ്ങനെ കുത്തുമുളക് ഇടും, അതുപോലെ തന്നെ സാധാ മുളക് ഇട്ടു. കുറച്ച് എരിവ് എല്ലാവർക്കും ഇഷ്ടമാണ് ഉപ്പേരിയിൽ. അപ്പോൾ ക്യാരറ്റ് ഫസ്റ്റ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് കോവക്കായ ഇട്ടിട്ട് ഒരുമിച്ച് അതിനെ വറ്റിച്ച് ആ ഒരു മെഴുക്ക് വറ്റി പോലെ എടുക്കുകയാണ് ചെയ്തത്. തലേദിവസം തന്നെ നമ്മൾ ക്യാരറ്റും അതുപോലെ തന്നെ കോവക്കായൊക്കെ കുരുകുരുന്നിനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ജസ്റ്റ് അത് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നമുക്കത് ഉപ്പേരിയാക്കലേ വേണ്ടു. പിള്ളേരൊന്നും കഴിക്കൊന്നുമില്ല, ഞങ്ങൾ തന്നെ കഴിക്കുള്ളൂ ഉപ്പേരിയൊക്കെ. കുറച്ച് മാത്രം അവർ കഴിക്കും. പിന്നെ ചാറുകറിയാണ് മെയിൻ. പിന്നെ ഒന്ന് ജസ്റ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ കോവക്കായ അതികൂടെ ഇടാണ് ചെയ്തത്. കുറച്ചാണ് രണ്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഉപ്പേരിയാക്കാലോ എന്ന് വിചാരിച്ചു. നമ്മളമ്മമാരൊക്കെ അങ്ങനെയല്ലേ, നമ്മളൊന്നും വേസ്റ്റ് ചെയ്യില്ല. പിന്നെ വെക്കുമ്പോൾ അത് ഒരുമിച്ച് വെച്ച് കുറച്ച് അധികം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നത്തെ കൂട്ടാൻ വേണ്ടി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഓരോന്ന് വെച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് കഴിയും. അപ്പോൾ എന്തായി, ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആവുകയും ചെയ്തു, എന്നാൽ സൂപ്പർ ഉപ്പേരി ആവുകയും ചെയ്തു. അപ്പോൾ മോളാണ് അത് ഞാൻ പറഞ്ഞില്ലേ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൈറ്റ് ടീമൊക്കെയാണ്, രാവിലത്തെ വ്ളോഗാണല്ലോ. അപ്പോൾ നമ്മുടെ ചായ എടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെ വീതം വെപ്പാണ്. അപ്പോൾ നമ്മുടെ കൂടെ മമ്മിയുണ്ട്. അപ്പോൾ മമ്മി, പോളാട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർ. അപ്പോൾ അവർക്കൊക്കെയുള്ള ചായ അതാ മേശമ്മ കൊണ്ട് വെച്ചു. പിന്നെ നമ്മൾ സാമ്പാർ അവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ്, നല്ല പെട്ടച്ചിലിൻ്റെ സമയത്താണ്. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ സമയം കിട്ടിയപ്പോൾ വോയിസ് ഇട്ടു എന്ന് മാത്രം. അപ്പോൾ നല്ല സാമ്പാറൊക്കെയാണ്. പക്ഷേ സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി സാമ്പാറാണ് കേട്ടോ. നമുക്ക് നാളികേരം വറുത്തരച്ചിട്ടൊന്നും സാമ്പാർ വയ്ക്കാൻ നേരമില്ല. പിന്നെ അപ്പോൾ നമ്മുടെ റോസ് മോൾക്കാണെങ്കിൽ നല്ല കപക്കെട്ടും നീരുവീഴ്ചയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ നേരം വെളുത്ത് പല്ലേച്ച് കഴിഞ്ഞാൽ അവൾ വന്ന് ആവി പിടിക്കുന്ന സമയമാണ്. അപ്പോൾ അവൾക്കിത് മസ്റ്റാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്വരം പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ്, അതുപോലെ തന്നെ ഒരു ഉപ്പേരി, സാമ്പാർ, അതൊക്കെയാണ് ഇന്നത്തെ കറികളായിരുന്നു. അപ്പോൾ സാമ്പാറിന് മാച്ചുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു,
ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത്. അത് സാമ്പാറിന് നല്ല മാച്ചാണല്ലോ. എല്ലാവരും എനിക്ക് ഈ ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഗോതമ്പ് ദോശ വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. നന്നായിരിക്കും നമ്മൾ വീഡിയോ ഇട്ടതെന്ന് മാത്രം. ഇതിന് മുന്നേ ഒരു ഗോതമ്പ് ദോശയുടെ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും ചോദിച്ചിരുന്നു എന്താ ഇന്നും ഗോതമ്പ് ദോശയാണോ എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഞങ്ങൾ ഇടയ്ക്ക് എന്തായാലും ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പിള്ളേർ അപ്പോൾ എല്ലാ പറയും നാളികേര ചട്നി ആയാലും അതുപോലെ തന്നെ സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മമ്മി ഉള്ളതുകൊണ്ട് തന്നെ മമ്മി ജസ്റ്റ് വന്ന സമയമാണ്. അപ്പോൾ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെറുതായിട്ട് ആ ദോശയ്ക്കൊന്ന് കലക്കി തന്നു. എന്നാലും മമ്മിയുടെ കൈ വയ്യ, തീരെ മമ്മി വയ്യാണ്ടാണ് മമ്മി വന്നത് ഈ പ്രാവശ്യം. പക്ഷെ മമ്മീനെ കൂടി ഒന്നും ചെയ്യിപ്പിച്ചിരുന്നില്ല. അപ്പം മമ്മി ജസ്റ്റ് ഞാൻ ആ തിരക്ക് പിടിഞ്ഞ് നിൽക്കുന്ന നേരമല്ലേ, അപ്പോൾ ജസ്റ്റ് മമ്മി ആ ദോശയുടെ അതൊന്ന് കലക്കി തന്നു. എന്നാലും മമ്മിയെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, ഞാൻ തന്നെ കലക്കിയത്. അങ്ങനെ ദോശ ഉണ്ടാക്കി. പിന്നെ ഇത് പോളാട്ടിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ പോളാട്ടിൻ്റെ പാത്രത്തിലേക്കുള്ള ചോറ് ഇടയിൽ കൂടെ ഞാൻ ചോറ് ആക്കുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചോറ് കൊണ്ടുപോകണം. പോളാട്ടിനും അലനും എവിനും റോസ്മോൾക്കും ഒക്കെ ചോറ് കൊണ്ടുപോകണം, എനിക്കും ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു തിരക്കുണ്ട്. അത് കാരണം രാവിലത്തെ ശരിക്കും വ്ളോഗ് എടുക്കലൊന്നും നടക്കാറില്ല. ഇന്ന് റോസ്മോളുടെ ആ ഒരു പ്രത്യേകമായ സഹകരണത്തിലൂടെയാണ് നടന്നത്. കണ്ടില്ലേ, 3 പാത്രം നമ്മളിങ്ങനെ ഇതാക്കി വെക്കണം. അപ്പോഴേക്കുള്ള ഡ്രസ്സ് മാറി വന്നു. അപ്പോൾ 3 പേരുടെയും പാത്രങ്ങളാണ് ടവലിൽ വെച്ചത്. പോളാട്ടിൻ്റെ പാത്രമാണ് കേട്ടോ ഇത് 3 അത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് വെള്ളം എല്ലാ സംഭവവും എടുത്ത് വെക്കണം. വെള്ളം 3 പേർക്ക് വെള്ളവും അതുപോലെ തന്നെ കവറ്, അവരുടെ ടവല്, അതിനിടെ കൂടെ അവർ ഫുഡ് കഴിക്കും. അതിനെങ്കിൽ സമയമില്ലല്ലോ, കയ്യിൽ പിടിച്ചിട്ടാണ് എല്ലാവരും ചെയ്യണത്. മൂത്ത മോനാണെന്നുണ്ടെങ്കിൽ വീഡിയോ പിടിക്കുന്നത് ഇഷ്ടമല്ല, അമ്മ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അംഗമായിരുന്നു. ഇതേ പോളാട്ടം ഭക്ഷണം കഴിക്കുന്നു, രാവിലത്തെ മോള് കഴിക്കുന്നു. രണ്ടാമത്തവൻ അവന് ഭയങ്കര സ്പീഡാണല്ലോ, അപ്പോൾ അവൻ്റെ പരിപാടി വേഗം കഴിയും. അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഒരു പ്രയറുണ്ട്. സിമ്പിളായിട്ട് എല്ലാവരും കൂടിയിട്ട് ആ രാവിലെ പോണ സമയത്ത് ഒരുമിച്ച് നിന്നിട്ട് ചെറിയൊരു പ്രയറുണ്ട്. അതൊന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ മഴയുള്ളതുകൊണ്ട് തന്നെ റെയിൻ കോട്ട് ഇട്ടിട്ടൊക്കെയാണ് എല്ലാവരും പോയിട്ടുള്ളത്. കുറേ സമയം വേണം ശരിക്കും ക്ലോക്കിൽ സമയം കാണാം. 8:45. 9 മണി 9:15 എല്ലാവർക്കും സ്കൂളുകളിൽ എത്തണം. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ തരണതാണ് അവരുടെ ഉമ്മം. പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കൈയ്യും ഉമ്മം തരും, അമ്മയ്ക്കും ഉമ്മം തരും, അമ്മ ഉമ്മം കൊടുക്കും. അങ്ങനെ ഒരു ചടങ്ങും കൂടി ഞങ്ങളുടെ അവിടെ ഉണ്ട്. ചടങ്ങല്ല, അതെനിക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളായിരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉമ്മങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. വലിയ കുട്ടികളായപ്പോൾ അവർക്കും മടിയാണ്, ഞാനും കൊടുക്കാൻ മറക്കും. അപ്പോൾ ഈ ആകെ കൂടി കിട്ടുന്ന ഒരു ഉമ്മ എന്ന് പറയുന്നത് ഈ സ്തുതി കൊടുക്കുന്ന സമയത്താണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ അമ്മയ്ക്ക് ഉമ്മ തരുന്ന സമയം, അമ്മ മോനും ഉമ്മ കൊടുക്കുന്ന സമയം. വലിയ കുട്ടികളായപ്പോൾ അവർക്കൊരു നോണക്കേടാണ്, എന്നാലും അവർ തന്നു കേട്ടോ. അതുപോലെ പോളാട്ടിനും തന്നു, അത് വീഡിയോ പിടിച്ചില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഇതേ മഴയാണ്. ആ സമയത്ത് ഇതേ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് അവർ 3 പേര് ഫസ്റ്റ് പോയി. ഒരു ബൈക്കിലാണ്. മോളുടെ ഫ്രണ്ടിൻ്റെ അപ്പയുടെ ബൈക്കിലാണ് പോകുന്നത്. രാവിലെ വരുമ്പോൾ അവൾ ബസ്സിന് വരും, സ്കൂൾ ബസ്സിന്. രാവിലെ നേരത്തെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പോണത്. അപ്പോൾ അവൾ രണ്ടാമത്തെ അവസാനമാണ് പോണത്. പിന്നെ കുറച്ച് ദിവസം മുടക്ക് കഴിഞ്ഞിട്ട് പോണൊരു ദിവസമായതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു. പറഞ്ഞ് തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മമ്മി ഇൻസുലിനൊക്കെ കുത്തിയിട്ടാണ് രാവിലെ ഫുഡ് കഴിക്കുക. അപ്പം മമ്മി ഇൻസുലിൻ കുത്തുന്ന ആ ഒരു സമയമാണ്. അതും ജസ്റ്റ് ഞാനത് പിടിച്ചു എന്ന് മാത്രം. ഞങ്ങളുടെയും കൂടി ആ ഒരു ഫുഡ് കഴിക്കലും ആ പോക്കും കാണണമല്ലോ. അപ്പോൾ മമ്മി ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് രാവിലത്തെ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ചോറ് കൊണ്ടുപോകുന്നത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഞാനും ചോറ് കൊണ്ടുപോകും. അല്ലാണ്ട് ഈ മഴയത്ത് തിരിച്ച് വരൽ നടക്കില്ല. വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ കപ്പിലും സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെയാണ്, വലിയ ആർഭാടായിട്ടുള്ള കഴിക്കലാണല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.